എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജാൻവി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബുസുർഗ് കെ മൻ മേ അപരാധ ഭാവ് ക്യോ ഉഠാ ഹോഗ, അതായത് താൻ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധ്യം എന്തുകൊണ്ടാണ് ബുസുർഗിന്റെ, ആ പ്രായം ചെന്ന വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. താൻ തെറ്റ് ചെയ്ത പോലെ എന്താണ് സോറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിന്നില്ലേ, സീറ്റിൽ നിന്ന് മാറിക്കൊടുത്തു. അപ്പം അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു ചിന്ത വരാനായിട്ടുള്ള കാരണം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. ബുസുർഗ് ഗഹരെ ചിന്തൻ മേ ഖോയെ ഹോനെ കെ കാരൺ ഭൂൽ ഗയേ ഥേ കി ഖിഡ്കി വാലി സീറ്റ് കിസി ഓർ കി ആരക്ഷിത് ഹൈ. അതായത് ഈ പ്രായം ചെന്ന മനുഷ്യൻ ഗഹരെ ചിന്തൻ മേ ഖോയെ ഹോനെ കെ കാരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഒരു എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം, എന്തോ കാര്യത്തെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് ഇങ്ങനെ ആലോചിച്ച് അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂൽ ഗയേ ഥേ കി ഖിഡ്കി വാലി സീറ്റ് കിസി ഓർ കി ആരക്ഷിത് ഹൈ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറന്നുപോയിട്ടുണ്ടായിരുന്നു എന്താണ്, ആ വിൻഡോ സീറ്റ് വേറൊരാളുടെ ആരക്ഷിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ചെയ്തിട്ടുള്ള, മറ്റൊരാൾ റിസർവ് ചെയ്തിട്ടുള്ള സീറ്റാണ് അതെന്ന് മറന്നുപോയി. അത്രയും എന്തോ ഒരു ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഗൽത്തി കാ എഹ്സാസ് ഹോത്തെ ഹി ഉൻകെ മൻ മേ അപരാധ ഭാവ് ജാഗ് ഉഠ, അതായത് ആ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഒരു അപരാധ ഭാവ് എന്താണ് ഉണർന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു മൊമെന്റിൽ തന്നെ ഈ ഒരു ലേഡി ഇതെന്റെ സീറ്റാണെന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് താൻ ആ ഒരു തെറ്റാണല്ലോ ചെയ്തത് എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുകയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൻ ഉദാസ് ഹോ ഗയ ഉസ്കെ ഇസ് റവയ്യെ സേ ക്യോ, അതായത് എന്റെ മനസ്സ് വിഷമിച്ചു ആ പെൺകുട്ടിയുടെ ഈ റവയ്യ കണ്ടപ്പോൾ, ഈ പെരുമാറ്റം കണ്ടപ്പോൾ എന്നാണ് ലേഖിക പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ലേഖികയുടെ മനസ്സ് വിഷമിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ युवती कानों में ब्लूटूथ लगाए अपनी ही दुनिया में मस्त थी और आसपास किसी पर ध्यान नहीं दे रही थी. उसकी इसी उपेक्षा से लेखिका का मन उदास हो गया. അപ്പം ഈ യുവതി എന്താണ്, തന്റെ ചെവിയിൽ ആ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് സ്വന്തം ലോകത്ത് ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ചുറ്റുള്ള, ആസ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചുറ്റുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ശ്രദ്ധയും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ധ്യാൻ നഹി ദേന എന്ന് വെച്ചാൽ എന്താണ്, ശ്രദ്ധിക്കാതിരിക്കുക. ഉസ്കി ഇസി ഉപേക്ഷാസെ, ആ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ഇഗ്നറൻസ് കണ്ടിട്ട്, അതായത് ഒന്നിനെയും ശ്രദ്ധിക്കാത്ത ഒരു രീതി ഉണ്ടല്ലോ, അത് കണ്ടിട്ടാണ് എന്താണ് ലേഖികയുടെ മനസ്സ് വിഷമിച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. उसकी आधुनिकता मेरी आंखों में खटकने लगी, यहाँ ലേഖിക का മനോഭാവ क्या रहा होगा, അതായത് ആ പെൺകുട്ടിയുടെ ഈ ഒരു മോഡേൺ നേച്ചർ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാനായിട്ട് തുടങ്ങി, എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ലേഖിക പറഞ്ഞത്. അപ്പം ഇവിടെ എന്താണ് ലേഖികയുടെ മനോഭാവം എന്തായിരിക്കാം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേഖിക को युवती का मोबाइल में खोए रहना और बड़ों की उपेक्षा करना बिल्कुल भी अच्छा नहीं लग रहा था. അതായത് ഈ ലേഖികയ്ക്ക് ഈ യുവതി ഏത് സമയം മൊബൈലിൽ നോക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ അവിടെ മുതിർന്ന ആളുകളുണ്ട് അവരൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതും തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഉൻകെ മൻ മേ യുവതി കെ പ്രതി ചിഡ് और हल्की ईर्ष्या का भाव जाग उठा था. അതുകൊണ്ട് തന്നെ ലേഖികയുടെ മനസ്സിലെ യുവതിയെ പ്രതി ചിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഫീലിനെയാണ്, അനോയൻസ് അതിനെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു എന്താണ്, ഒരു ഇറിറ്റേഷനും അതുപോലെ തന്നെ ഹൽക്കീസി ഈർഷ്യ, അതായത് അസൂയയും ദേഷ്യവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഭാവം എന്താണ് മനസ്സിൽ വരാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, ജैसे प्यासे को तृप्ति मिल गई हो इसका तात्पर्य क्या है, അതായത് ദാഹിച്ചു വലഞ്ഞ ഒരു വ്യക്തിക്ക് ആ ദാഹം മാറിയതുപോലെയുള്ള ഫീലിംഗ് ആണ് ഈ ലേഖികയ്ക്ക് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ जब युवती ने लेखिका की ओर देखकर हल्की मुस्कान दी तो लेखिका को ऐसी खुशी मिली जैसे बातचीत की उनकी इच्छा पूरी हो गई हो. അതായത് ഈ യുവതി ലേഖികയെ നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചപ്പോൾ ആ ലേഖികയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്താ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാത്ചീത് കി ഉൻകി ഇച്ഛ പൂരി ഹോ ഗയി ഹോ, അതായത് ആ ഒരു യുവതിയോട് സംസാരിക്കാനായിട്ടുള്ള ഈ ഒരു ലേഖികയുടെ
വ്യക്തിയുടെ ആഗ്രഹം ഇപ്പൊ നടക്കാൻ പോവുകയാണ് എന്ന് ആലോചിച്ചിട്ടാണ് ലേഖികയ്ക്ക് ഇത്രയും സന്തോഷം തോന്നിയത് എന്നാണ് പറയുന്നത് യഹ് തുലന ഉസ് ക്ഷണിക് റാഹത്ത് ഓർ സുക്കൂൻ കോ ദർശാത്തി ഹെ. അപ്പൊ ഈ ഒരു തുലന എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു കമ്പാരിസൺ ആ ഒരു ക്ഷണികമായിട്ടുള്ള ആ ഒരു മൊമെന്റിൽ ആ ഒരു നിമിഷത്തിൽ തോന്നിയിട്ടുള്ള എന്താണ് റാഹത്ത് ഓർ സുക്കൂൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ആശ്വാസവും സമാധാനവും ഒക്കെ അതാണ് ദർശാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ലേഖികയാണെങ്കിൽ ഈ യുവതി എന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സംസാരിച്ചു തുടങ്ങാമെന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ യുവതി ലേഖികനെ നോക്കിയിട്ട് പുഞ്ചിരിച്ചപ്പോൾ ലേഖികയ്ക്ക് ഇങ്ങനെ തോന്നി, എന്താണ്, ദാഹം മാറിയതുപോലെ, ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ദാഹം മാറിയതുപോലെ തോന്നി. എന്താ കാരണം? ഇതാണ്, ഇനിയിപ്പോ സംസാരിക്കാലോ എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൊബൈൽ മേ വ്യസ്ത യുവതി അച്ചാനക് ക്യോ ബോൽ പടി. അതായത് അത്രയും സമയം മൊബൈലില് വ്യസ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസി ആയിട്ടിരുന്ന യുവതി അച്ചാനക് പെട്ടെന്ന് എന്തുകൊണ്ടാണ് സംസാരിക്കാനായിട്ട് തുടങ്ങിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് ആൻസർ നോക്കാം. बुजुर्ग की गंगा माई के पास जा रहा हूँ वाली बात सुनकर युवती को कौतूहल हुआ. ജിജ്ഞാസാവശ് വ ബുസുർഗ് സെ ബാത് കർണി ലഗി. അതായത് ബുസുർഗ് പറഞ്ഞു ഗംഗാ മായി കെ പാസ് ജാ രഹാ ഹും, അമ്മയായ ഗംഗയുടെ അടുത്തോട്ട് പോവുകയാണ്, ഗംഗാ നദിയുടെ അടുത്തോട്ട് പോവുകയാണ് എന്ന് ഈ പ്രായം ചെന്ന വ്യക്തി പറഞ്ഞു. ആ ഒരു കാര്യം കേട്ടിട്ടാണ്, ആ ഒരു കാര്യം കേട്ടപ്പോൾ യുവതിക്ക് എന്താ തോന്നിയ, കൗതൂഹൽ ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, കൗതുകം തോന്നി എന്നാണ് അതിന്റെ അർത്ഥം. ജിജ്ഞാസ ബുസുർഗ് സെ ബാത് കർണേ ലഗി. ജിജ്ഞാസ കാരണമാണ് ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു യുവതി എന്താണ് ഈ പ്രായം ചെന്ന വ്യക്തിയോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഖിർ യഹ് ഭി തോ ഉസി പീഡി കി ഹൈ, ഫിർ ഇത്ന ആക്രോശ് ക്യോ, ഇസ്സെ ആപ് കഹാ തക് സഹമത് ഹൈ. അതായത് ലേഖിക പറയുന്നുണ്ട്, ഈ ജാൻവിയും അതുപോലെ തന്നെ ഈ പ്രായം ചെന്ന വ്യക്തിയുടെ മക്കളും ഒരേ ജനറേഷനിലെ തന്നെയല്ലേ, പിന്നെ എന്തിനാണ് അവര് ചെയ്ത കാര്യം കേൾക്കുമ്പോൾ ജാൻവിക്ക് ഇത്രയും ദേഷ്യമൊക്കെ വരുന്നത് എന്ന്. അപ്പം ഈ ഒരു കാര്യത്തോട് നിങ്ങൾ എത്രത്തോളം സഹമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോജിക്കുന്നു, അഗ്രി ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതിന് ആൻസർ നോക്കാം നമുക്ക്. यह सच है कि जानवी भी उसी युवा पीढ़ी की है, फिर भी वह बुजुर्ग के दर्द को गहराई से समझती और उनका साथ देती है. ഇത് സത്യമാണ്, ജാൻവിയും അതേ പീഡി, അതായത് ആ ജനറേഷനിൽ തന്നെയാണ് എന്നുള്ളത്. പക്ഷെ ഫിർബി എന്ന് പറയുമ്പോൾ എന്നിരുന്നാലും എന്നുള്ള അർത്ഥമാണ്. വ ബുസുർഗ് കെ ദർദ് കോ, ആ ഒരു പ്രായം ചെന്ന വ്യക്തിയുടെ എന്താണ് വേദന, ഗഹരായി സെ സമജ്തി ഓർ ഉൻകാ സാത്ത് ദേത്തി ഹെ, ആഴത്തില് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇസ്സെ സ്പഷ്ട ഹോത്താ ഹെ കി സംവേദനശീലത ഉമ്ര യാ പീഡി പർ നഹി ബൽക്കി വ്യക്തി കെ സംസ്കാരോ പർ നിർഭർ കർത്തി ഹെ. അപ്പൊ ഇതിൽ നിന്ന് സ്പഷ്ടമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സംവേദനശീലത എന്ന് വെച്ച് കഴിഞ്ഞാല് സെൻസിറ്റിവിറ്റി, അതായത് ഓരോ വ്യക്തികളും സെൻസിറ്റീവ് ആവുന്നത് എന്താണ്, അവരുടെ ഉമ്ര യാ പീഡി പർ നെഹി, അവരുടെ പ്രായമോ അല്ലെങ്കിൽ അവർ ഏത് ജനറേഷനിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ളതൊന്നുമല്ല, ബൽക്കി മറിച്ച് വ്യക്തിക്ക് സംസ്കാരോ പർ നിർഭർ കർത്തി ഹെ, ഓരോ വ്യക്തിയുടെയും സംസ്കാരം, അവരുടെ വാല്യൂസ് എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിർഭർ കർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പം എത്ര പ്രായമുണ്ടോ, ഏത് ജനറേഷനിലെ ആണ് എന്നുള്ളതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഓരോരുത്തരുടെയും സെൻസിറ്റിവിറ്റി, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് എന്താണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള വാല്യൂസ്, മൂല്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദർദ് കാ സൂനാപ്പൻ ഉൻ ആഖോ മേ ദേഖാ ജാ സക്താ ഥാ, ദർദ് കാ സൂനാപ്പൻ സേ ക്യാ താത്പര്യ ഹെ. അതായത് ഇവിടെ ഒരു സെന്റൻസിൽ പറയുന്നുണ്ട്, ആ ദർദ് കാ സൂനാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേദനയുടെ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടല് ആ കണ്ണുകളിൽ കാണാമായിരുന്നു എന്ന്. അപ്പൊ ഇവിടെ ദർദ് കാ സൂനാപ്പൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബുസുർഗ് കി ആഖോ മേ ഗഹര ഓർ പുരാന ദർദ് ഥ, ആ ഒരു എന്താണ് പ്രായം ചെന്ന വ്യക്തിയുടെ കണ്ണില് ഗഹര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള, അതുപോലെ തന്നെ പുരാന എന്ന് വെച്ച് കഴിഞ്ഞാല് പഴക്കമുള്ള എന്നുള്ളതാണ്. ദർദ് ഥ വേദനയാണ്, അതായത് ആ മനുഷ്യന്റെ കണ്ണിൽ കാണുന്ന വേദന എന്ന് പറയുന്നത് ഇപ്പൊ അടുത്തൊന്നും ഉണ്ടായതല്ല, ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരുപാട് ആഴത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. യ സൂനാപ്പൻ ഉൻകെ അക്കേലേപ്പൻ ഓർ थकान की पीड़ा को दर्शाता है. ഈ ഒരു സൂനാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ശൂന്യത, അതാണ് സൂനാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പെടൽ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ശൂന്യത. ആ ഒരു ശൂന്യത അദ്ദേഹത്തിന്റെ എന്താണ്, അക്കേലേപ്പൻ
ഒറ്റപ്പെടലിനെയും അതുപോലെ തന്നെ ഥക്കാൻ അദ്ദേഹത്തിന്റെ ക്ഷീണത്തെയും ആ ഒറ്റപ്പെടലിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള പീഡ വേദന ആണ് ദർശാത്ത ഹെ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എന്താണ് ചോദിക്കുന്നത്, ലേഖിക ക മൻ വിതൃഷ്ണ സെ ഭർ ഗയാ ക്യോ, അതായത് ലേഖിക പറയുന്നുണ്ട് ലേഖികയുടെ മനസ്സിൽ വെറുപ്പ് നിറഞ്ഞു എന്ന്, എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുസുർഗ് ने अपना पूरा जीवन बच्चों की परवरिश में लगा दिया फिर भी बच्चे उनके दुख दर्द से अनजान और लापरवाह रहे എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായം ചെന്ന വ്യക്തി തന്റെ മുഴുവൻ ജീവിതവും ആ കുട്ടികളുടെ പർവരിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വളർത്താനായിട്ട് അവർക്ക് എന്താണ് നല്ല വാല്യൂസ് ഒക്കെ കൊടുത്ത് വളർത്താനായിട്ട് അതിൽ സ്പെൻഡ് ചെയ്ത് കളഞ്ഞു തന്റെ ജീവിതം മുഴുവൻ. ഫിർ ബി ബच्चे उनके दुख दर्द से अनजान और लापरवाह रहे, എന്നിട്ടും കുട്ടികൾ അദ്ദേഹത്തിന്റെ വേദനയും വിഷമവും ഒന്നും മനസ്സിലാക്കിയില്ല. അഞ്ചാൻ രഹന എന്ന് വെച്ചാൽ അറിയാതിരിക്കുക, ലാപ്പർവ എന്ന് വെച്ച് കഴിഞ്ഞാല് കെയർ ഫ്രീ ആയിട്ട്, അതായത് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൂടി, ഒന്നാമത്തെ കാര്യം അവര് ശ്രദ്ധിക്കുന്നില്ല, അവരെ അറിയുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇനി അറിഞ്ഞാൽ കൂടി അവർ അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു നേച്ചറിലാണ് മക്കൾ വളർന്നത്. യ സ്വാർത്ഥ പർത്ത ദേക്കർ ലേഖിക ക മൻ ഘൃണ സെ ഭർ ഗയ, അതായത് ഈ ഒരു സ്വാർത്ഥത നിറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു നേച്ചറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എന്താണ് ലേഖികയുടെ മനസ്സിൽ ഘൃണ നിറഞ്ഞു എന്നാണ് പറയുന്നത്, വെറുപ്പ് നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ये हाथ मेरे सर पर रखो बाबा मुझे आशीर्वाद की जरूरत है यहाँ जानवी के चरित्र की कौन कौन सी खूबियां खुलती है എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ കൈകൾ എൻ്റെ തലയിൽ വെക്കൂ എന്നിട്ട് എന്നെ അനുഗ്രഹിക്കൂ, അതിൻ്റെയാണ് എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് എന്ന് ജാൻവി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ജാൻവിയുടെ ക്യാരക്ടറിലെ എന്തൊക്കെ ഖൂബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷത എന്നാണ്. അപ്പം വിശേഷതകളാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ് കഥൻ സെ ജാൻവി की विनम्रता संस्कार और बड़ों के प्रति आदर भाव झलकता है साथ ही यह उसकी कृतज्ञता और परोपकारी स्वभाव को भी दर्शाता है എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വാക്യത്തിൽ നിന്ന് ജാൻവിയുടെ വിനമ്രത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനയം, സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ജാൻവിയുടെ വാല്യൂസ് മൂല്യങ്ങള്, അതുപോലെ തന്നെ ബഡോക്കെ പ്രതി ആദർ എന്ന് വെച്ച് കഴിഞ്ഞാല് മുതിർന്ന ആളുകളെ പ്രതിയുള്ള ആദരവ്, അതിന്റെയൊക്കെ ഭാവം ഝലക്ത ഹെ, അതൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്നാണ്. സാഥി യ ഉസ്കി കൃതജ്ഞത, അതോടൊപ്പം തന്നെ ഇത് ജാൻവിയുടെ കൃതജ്ഞത, അതുപോലെ തന്നെ പരോപകാരി സ്വഭാവ് കോ ഭി ദർശാത്ത ഹെ, പരോപകാരം ചെയ്യാനുള്ള ആ ഒരു നേച്ചറും കൂടിയാണ് ദർശാത്ത ഹെ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേഖിക അപ്നെ കോ ക്യോ ബോന മെഹസൂസ് കർ രഹി ഥി എന്നുള്ളതാണ്. അതായത് ലേഖികയ്ക്ക് താൻ ജാൻവിയുടെ മുന്നിൽ എത്ര ചെറുതാണ് എന്ന് തോന്നിപ്പോയി എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാനായിട്ടുണ്ടായ സാഹചര്യം എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. ലേഖിക ने ജാൻവി के बारे में मन ही मन गलत धारणा बना ली थी, അതായത് ലേഖിക മനസ്സിന്റെ ഉള്ളില് എന്താണ് ഈ ജാൻവിനെ കുറിച്ചൊരു തെറ്റായ ധാരണയാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. തെറ്റായ ഒരു ധാരണയാണ് ലേഖികയ്ക്ക് ജാൻവിനെ കുറിച്ച് ഉണ്ടായിരുന്നത്. ജബ്കി ജാൻവി ने एक असहाय बुजुर्ग को अपनाकर महानता दिखाई, പക്ഷെ അതേസമയം ജാൻവി എന്താണ് ചെയ്തത്, ഒരു നിസ്സഹായനായിട്ടുള്ള പ്രായം ചെന്ന വ്യക്തിയെ അപ്നാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിച്ചിട്ട് മഹാനത ദിഖായി, അച്ഛനെ പോലെ സ്വീകരിച്ചിട്ട് മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ജാൻവി ചെയ്തത് അല്ലെ. അപ്നി സങ്കുചിത് സോച്ച് പർ ശർമിന്ദ ഹോക്കർ ലേഖിക ഖുദ് കോ ബോന മെഹസൂസ് കർ രഹി ഥി, അതായത് തന്റെ ആ സങ്കുചിത ചിന്താഗതിയെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് അതില് ഷർമിന്ദ ഹോക്കർ എന്ന് വെച്ചാൽ അതില് ലജ്ജ തോന്നിയിട്ട് എന്താണ് ലേഖിക ഇങ്ങനെ കരുതാണ് ഈ ജാൻവിനെ കുറിച്ച് ഞാൻ എന്തൊക്കെ തെറ്റാണ് ഞാൻ വിചാരിച്ചത്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജാൻവിയുടെ ശരിക്കുള്ള ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോൾ അതിന്റെ മുന്നിൽ ഞാൻ എത്ര ചെറുതാണ് എന്ന് ലേഖികയ്ക്ക് തോന്നിയത് ഈ സാഹചര്യത്തിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. അപ്പൊ അതിൽ എന്താണ് പറയുന്നത്, ഗുസ്രേ സംജേ ഉചിത് മുഹാവരെ സെ ജോഡെ, അതായത് താഴെ കുറച്ച് മുഹാവര എന്ന് വെച്ചാൽ പ്രോവേർബ്സ് പഴഞ്ചൊല്ല് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പം കുറച്ച് എന്താണ് വാക്യങ്ങള് തന്നിട്ടുണ്ട്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള മുഹാവരയായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ആത്മനിർഭർ ബന്ന, അതിനെ മാച്ച് ചെയ്യേണ്ടത് എന്തായിട്ടാണ് വെച്ചാല് അപ്നെ പേരോ പർ ഖടാ ഹോന എന്നുള്ളതായിട്ടാണ്. അപ്നെ പേരോ പർ ഖടാ ഹോന. ഇനി സഹായത ദേന എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഹാത്ത് ഥാം ലേന,
ഹാത്ത് ഥാം ലേന എന്നുള്ളതാണ് ആ ഒരു ഓപ്ഷൻ. ഇനി തേർഡ് വൺ മർജാന. മർജാന വെച്ച് കഴിഞ്ഞാൽ ധർത്തി തലേ സമാജാന എന്നുള്ളതാണ്. പിന്നെ കോയി ഉപ്പായ് ന മിൽന, അതിന്റെ ഓപ്ഷൻ എന്താണ്? ഫസ്റ്റ് ആണ് ചാര ന പാന. ഈ രണ്ടാമത്തെ കോളത്തിലെ ഫസ്റ്റ് ഓപ്ഷൻ ചാര ന പാന. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിഖേ കിസ്ക കഥൻ ഹെ, അതായത് ഈ ഓരോ സെന്റൻസും ആര് പറഞ്ഞതാണ്, ഏത് ക്യാരക്ടർ പറഞ്ഞ വാക്യാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. യേ ഖിഡ്കി കെ പാസ് വാലി സീറ്റ് മേരി ഹെ, ആരാണ് പറഞ്ഞത്? ലേഖികയാണ് പറഞ്ഞത്, ലേഖിക. പിന്നെ ക്യാ ആപ്കാ കോയി നഹി ഹെ ബാബ, ഇതാരാ ചോദിച്ചത്? ജാൻവി. ഹം ഉസ് ജമീൻ കോ ബേച്ച് കെ पैसा बिटिया के हाथ में धर आए हैं, ഇതാരാ പറഞ്ഞത്? ബുസുർഗ് വ്യക്തി. ആപ്കി പത്നി ഗുസ്രി तो आपकी उम्र क्या रही होगी, ഇതാരാ ചോദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാല് 23rd നമ്പർ സീറ്റിലിരുന്ന ആളാണ് ചോദിച്ചത്. നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? ആപ്നെ ക്യോ നഹി സോച്ച അപ്നെ ബാരെ മേ ദൂസരി ഷാദി കർ സക്തേ थे, ഇതും ആ നമ്പർ 23 എന്നുള്ള സീറ്റിൽ ഇരുന്നിരുന്ന ആൾ തന്നെയാണ് ചോദിച്ചത്. അപ്നെ ബാരെ മേ കുച്ച് സോച്ചനെ കാ ഇतना बखत ही कहाँ था हमारे पास, ഇതാരാ പറഞ്ഞത്? ബുസുർഗ് വ്യക്തി തന്നെയാ പറഞ്ഞത്. ഇസ് ബേട്ടി കോ പിതാ കി ജറൂരത് ഹെ, ഇതാരാ പറഞ്ഞത്? ജാൻവിയാണ്. അപ്പൊ ഞാനിതിവിടെ ടേബിളേറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് നമ്പർ 23 का യാത്രി എന്നാണ് കേട്ടോ എഴുതേണ്ടത്. മറ്റേ സീറ്റ് നമ്പർ 23 യാത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിന് നേരെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി സെ ഘട്ടനാക്രം കെ അനുസാർ സഹി വികൽപ്പ് ചുൻകർ ലിഖി, അതായത് ഈ ഒരു സ്റ്റോറിയിലെ എന്താണ് സെന്റൻസസ് ഒരുപാട് സന്ദർഭങ്ങൾ ഇവിടെ ഡിസോർഡർ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓർഡർ ആക്കി മനസ്സിലാക്കണം. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള വികല്പം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടുന്ന് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻ, ഏതൊക്കെയാണ് സന്ദർഭങ്ങൾ എന്ന് നോക്കാം. എന്നിട്ട് അതിനെ ഓർഡർ ആക്കുക. എന്നിട്ട് അതിന്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്ന് താഴെയുള്ള ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഓപ്ഷൻസ്? ജാൻവി अपने मोबाइल में व्यस्त हो जाती है, जानवी बुजुर्ग से बातें करने लगती है, जानवी रेलगाड़ी में आ बैठती है, ജാൻവി ബുസുർഗ് കി ബാത്തോ പർ ധ്യാൻ ദേത്തി ഹെ എന്നുള്ളതാണ്. അപ്പം ആദ്യം എന്താണ് വരിക? ആദ്യം ജാൻവി എന്താണ് ട്രെയിനിലേക്ക് കയറണല്ലോ. അപ്പം ഈ എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. ജാൻവി റെയിൽഗാഡി മേ ആ ബാഠ്തി ഹെ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ജാൻവി അപ്നി മൊബൈൽ മേ വ്യസ്ത ഹോ ജാത്തി ഹെ, ആ എന്നുള്ളതാണ്. അടുത്തത് എന്താണ്? ഈ എന്ന് എഴുതിയിട്ടുള്ളതാണ്. ജാൻവി ബുസുർഗ് കി ബാത്തോ പർ ധ്യാൻ ദേത്തി ഹെ, അതായത് ആ പ്രായം ചെന്ന മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ ജാൻവി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? ആ എന്നുള്ളതാണ്. ജാൻവി ബുസുർഗ് സെ ബാത്തേ കർനെ ലഗ്തി ഹെ, ജാൻവി എന്താ ചെയ്യുന്നത്? ബുസുർഗിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഖ എന്നുള്ള ഓപ്ഷനാണ്. ഈ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഈ ആ എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേ കഥൻ പഠേ ഓർ ജാൻവി കെ ചരിത്ര പർ ടിപ്പണി തയ്യാർ കരേ എന്നാണ് പറയുന്നത്. താഴെ കുറച്ച് എന്താണ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതായത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഈ കഹാനി തന്നെ എടുത്തിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് ജാൻവിന്റെ ഒരു എന്താണ് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറയുന്നത്. ചരിത്ര പർ ടിപ്പണി ലിഖ്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് എഴുതാന്നുള്ളതാണ്. അപ്പം ബച്ചി ജമീൻ കോ പക്കടെ രഖോ ജബ് തക് ജിന്ദ ഹോ, ജീവിച്ചിരിക്കുന്നത് വരെ സ്വന്തം സമ്പത്തൊക്കെ തന്റെ കയ്യിൽ തന്നെ വെക്കൂ എന്നുള്ളൊരു അഡ്വൈസ് ജാൻവി കൊടുക്കുന്നുണ്ട്. തോ തുമ്നെ ബേട്ടി കോ മനാ ക്യോ നഹി കർ ദിയ ऐसे लड़के से शादी करने के लिए, എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറുക്കനെ വിവാഹം കഴിക്കണ്ട എന്ന് പറയാതിരുന്നത് എന്ന് ജാൻവി ചോദിക്കുന്നുണ്ട്. ഇസ് ബേട്ടി കോ പിതാ കി ജറൂരത് ഹെ, ഈ മകൾക്ക് അച്ഛന്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കാം നമുക്ക്. जानवी का चरित्र चित्रण. जानवी इस कहानी की एक ऐसी पात्र है जिसका चरित्र पढ़ने वाले के मन पर गहरी छाप छोड़ता है, അതായത് ജാൻവി ഈ ഒരു സ്റ്റോറിയിലെ അത്തരം ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന്റെ എന്താണ് ചരിത്ര പഠനേ വാലേക്ക് മൻ പർ, അതായത് ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് വായിക്കുന്ന വ്യക്തിയുടെ മനസ്സില് ഗഹറ ഛാപ്പ് ചോടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നെന്നും നിലനിൽക്കുന്ന പോലത്തെ ഒരു കഥാപാത്രം എന്നുള്ളതാണ്. അതായത് ഈ സ്റ്റോറി വായിച്ച ആളുകളുടെ മനസ്സിൽ എന്നെന്നും ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ വിശേഷതകൾ നിലനിൽക്കും എന്നാണ് പറയുന്നത്. കഹാനി മേ ജാൻവി एक युवा लड़की के रूप में सामने आती है जो पहली नजर में बाकी आजकल की लड़कियों जैसी ही लगती है. ഈ ഒരു സ്റ്റോറിയിൽ ജാൻവി എന്നുള്ള ആ ഒരു യുവതിയുടെ എന്താണ് എൻട്രി എന്ന് പറയുന്നത് സാധാരണ മോഡേൺ പെൺകുട്ടി
കുട്ടികളെ പോലെ തന്നെയാണ് ഉള്ളത്. കാനോ മേ ബ്ലൂടൂത്ത് ലഗായി മൊബൈൽ മേ വ്യസ്ത് അപ്നി ഹി ദുനിയ മേ മസ്ത്. അതായത് എന്താണ്, ചെവിയിലെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് മൊബൈലിൽ ബിസി ആയിട്ടിരിക്കുന്ന, എന്താണ്, സ്വന്തം ലോകത്ത് തന്നെ ഇങ്ങനെ വിഹരിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടീനെ പോലെ, ഒരു യുവതിനെ പോലെയാണ് തോന്നുന്നത്. लेखिका को शुरू में उसका यह रवैया अच्छा नहीं लगता और वे मन ही मन उसके बारे में गलत धारणा बना लेती है. ലേഖികയ്ക്ക് ഷുറൂമേ എന്ന് വെച്ചാൽ എന്താ, തുടക്കത്തില് ഈ ജാൻവിയുടെ റവയ്യ, ഒരു ബിഹേവിയർ, ഈ പെരുമാറ്റം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ലേഖിക മനസ്സിൽ തന്നെ ജാൻവിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അതായത് കറക്റ്റ് ആയിട്ട് അറിയൊന്നുമില്ല, പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടൊരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കുകയാണ് ലേഖിക. ലേക്കിൻ ജैसे जैसे കഹാനി ആകെ ബഡ്തി ഹെ, പക്ഷെ എങ്ങനെയാണോ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്, ജാൻവി ക അസ്ലി സ്വഭാവ് സാമനെ ആത്താ ഹെ, ജാൻവിയുടെ ശരിക്കുള്ള സ്വഭാവം മുന്നിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ഓർ ലേഖിക കി സാരി സോച്ച് ഗലത് സാബിത് ഹോ ജാത്തി ഹെ, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ലേഖികയുടെ എല്ലാ ചിന്തകളും തെറ്റാണ് എന്ന് സാബിത് ഹോ ജാത്തി ഹെ, തെളിയിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അസൽ മേ ജാൻവി ബഹുത് ഹി സംവേദനശീൽ और ദയാലു സ്വഭാവ് കി ലഡ്കി ഹെ, എന്താണ്, സത്യത്തിൽ ജാൻവി വളരെയധികം സംവേദനശീലായിട്ടുള്ള, സെൻസിറ്റീവ് ആയിട്ടുള്ള, ദയാലു സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ്. ട്രെയിൻ മേ ബാഠെ ഏക് അൻജാൻ ബുസുർഗ് കി ബാത്തെ സുൻകർ ഉസ്കാ ദിൽ പിഘൽ ജാത്താ ഹെ, ആ ട്രെയിനിൽ ഇരിക്കുന്ന ഒരു അൻജാൻ ബുസുർഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് പരിചയമില്ലാത്ത ഒരു പ്രായം ചെന്ന വ്യക്തി, കി ബാത്തെ സുൻകർ, അയാളുടെ സംസാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട്, ഉസ്കാ ദിൽ പിഘൽ ജാത്താ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാൻവിയുടെ മനസ്സ് ഉരുകുകയാണ്. പിഘൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുകുക എന്നുള്ളതാണ്. ഓർ വ ഉൻകെ ദുഃഖ് കോ ഗഹരായി സെ മെഹസൂസ് കർത്തി ഹെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്, ആ ഒരു വ്യക്തിയുടെ ദുഃഖം വളരെ ഡീപ്പായിട്ട് മെഹസൂസ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നു ആര്, ജാൻവി. വ സിർഫ് സഹാനുഭൂതി ദിഖാക്കർ ഹി നഹി റുക്തി ബൽക്കി ഉസ് അസഹായ് ബുസുർഗ് കോ അപ്നെ ഘർ ലേ ജാനെ കാ ഫൈസല കർ ദേത്തി ഹെ, സഹാനുഭൂതി കാണിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ നിസ്സഹായനായിട്ടുള്ള പ്രായം ചെന്ന വ്യക്തിയെ തന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫൈസല കർ ലേത്തി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനം എടുക്കുന്നു എന്നാണ്. ഇസ്സെ പത്താ ചലത്താ ഹെ കി വ ദിൽ സെ ബഹുത് ഉദാർ ഓർ പരോപകാരി ഹെ, ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉദാര മനസ്കയായിട്ടുള്ള, പരോപകാരിയായിട്ടുള്ള ഒരു യുവതിയാണ് ജാൻവി എന്നാണ് മനസ്സിലാകുന്നത്. ഖുദ് അനാഥ് ആശ്രम में पली बड़ी होने के कारण वह अकेलेपन का दर्द अच्छी तरह जानती समझती है, इसलिए वह किसी और को उस दर्द से गुजरते नहीं देख सकती. അപ്പോ ഇവിടെ എന്താണ് പറയുന്നത്, സ്വയം തന്നെ അനാഥ ആശ്രമത്തില് പലി ബടി ഹോണിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നത് കൊണ്ട്, വ അക്കേലേപ്പൻ കാ ദർദ് അച്ചി തര ജാൻതി സമജ്തി ഹെ, ജാൻവിക്ക് ആ ഒറ്റപ്പെടലിന്റെ വേദന എന്താണ് എന്ന് അറിയുകയും അത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ് ജാൻവി. ഇസ്ലിയെ വ കിസി ഓർ കോ ഉസ് ദർദ് സെ ഗുസർത്തെ നഹി ദേഖ് സക്തി, അതുകൊണ്ട് തന്നെ മറ്റൊരാൾ ആ വേദനയിലൂടെ കടന്നു പോകുന്നത് കാണാനായിട്ട് ജാൻവിക്ക് കഴിയില്ല എന്നുള്ളതാണ്. जानवी एक निडर स्वभाव की लड़की है. जब बुजुर्ग अपनी बेटी द्वारा किए गए गलत व्यवहार के बारे में बताते हैं तो जानवी बिना डरे या झिझके अपनी राय खुलकर रखती है. അതായത് ഈ ജാൻവി ഒരു നിഡർ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയൊന്നും ഇല്ലാത്ത ഒരു സ്വഭാവമുള്ള പെൺകുട്ടിയാണ്. ഈ ബുസുർഗ് തന്റെ മകള് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത്, അതായത് തന്റെ മകള് ചെയ്ത തെറ്റായ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ജാൻവി എന്താണ്, പേടിയൊന്നും കൂടാതെ, ബിന ജിജ്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെസിറ്റേറ്റ് ഒന്നും ചെയ്യാതെ, ഒരു മടിയും കൂടാതെ, എന്താണ്, അപ്നി റായ്, സ്വന്തം റായ് എന്ന് പറഞ്ഞ അഭിപ്രായം, ഒപ്പീനിയൻ, ഖുൽക്കർ റക്തി ഹെ, എന്താണ്, ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നു. ഓർ സഹി ഗലത് കി ബാത് സാഫ് ശബ്ദോ മേ കഹത്തി ഹെ, അതുപോലെ എന്താണ്, തെറ്റും ശരിയും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നു. സാഥി വ വ്യാവഹാരിക് സൂജ്ബൂജ് വാലി ബി ഹെ, അതുപോലെ തന്നെ വ്യാവഹാരിക് സൂജ്ബൂജ് എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരു പെൺകുട്ടിയാണ്. വ ബുസുർഗ് കോ സലാഹ് ദേത്തി ഹെ കി ജോ തോടി ജമീൻ ബച്ചി ഹെ ഉസെ ജീത്തെ ജി ഹാത്ത് സെ മത് ജാനെ ദോ ക്യോങ്കി ദുനിയ മേ ആജ്കൽ കോയി കിസി കാ സഗാ നഹി രഹാ. പിന്നെ എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കുന്നത്, ബാക്കിയുള്ള ഭൂമിയൊക്കെ സ്വന്തമായിട്ട് തന്നെ വെക്കൂ, കാരണം ഇന്ന് ഈ കാലത്ത് ലോകത്തില് ആർക്കും സ്വന്തമല്ല, അതായത് ആരും ആർക്കും വേണ്ടിയല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. सबसे खास बात यह है कि जानवी ने अपनी मेहनत और लगन से खुद को इतना काबिल बनाया है कि वह अपने पैरों पर खड़ी हो सके. അതായത് ഏറ്റവും ഖാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജാൻവിനെ അപ്നി മെഹനത്ത്,
തന്റെ ഹാർഡ് വർക്ക് കൊണ്ട്, അതുപോലെ തന്നെ ലഗൻ ഡെഡിക്കേഷൻ കൊണ്ട് ഖുദ് കോ ഇത്തന കാബിൽ ബനായ ഹെ, സ്വയം ഇത്രയും തന്നെ ഇത്രയും കേപ്പബിൾ ആക്കിയിട്ടുണ്ട് കി വ അപ്നെ पैरों पर खड़ी हो सके. സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഹാർഡ് വർക്കിലൂടെയും ഡെഡിക്കേഷനിലൂടെയും ജാൻവി നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓർ ദൂസറോं की मदद भी कर सके, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു അത്രയും രീതിയിലുള്ള ഒരു ഇൻഡിപെൻഡൻസ് ജാൻവി സ്വയം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. इस बेटी को पिता की जरूरत है कहकर वह न सिर्फ बुजुर्ग को सहारा देती है बल्कि उनका आशीर्वाद मांगकर अपनी विनम्रता और संस्कार का भी परिचय देती है. അതായത് ഈ മകൾക്ക് അച്ഛനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജാൻവി ബുസുർഗിനൊരു സഹാര കൊടുക്കുക മാത്രമല്ല, അതായത് ബുസുർഗിനൊരു ആശ്രയം കൊടുക്കുക മാത്രമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ആശീർവാദ് മാങ്കർ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം ചോദിച്ചിട്ട് അപ്നി വിനമ്രത और संस्कार का भी परिचय देती है. തന്റെ ആ ഒരു വിനയവും എളിമയും അതുപോലെ തന്നെ തന്റെ ആ വാല്യൂസ്, താൻ കൊണ്ടു നടക്കുന്ന മൂല്യങ്ങളും കൂടിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കുൽ മിലാക്കർ ജാൻവി एक ऐसी लड़की है जो दिखने में आधुनिक है पर दिल से पूरी तरह संस्कारों से भरी हुई संवेदनशील और नेक इंसान है. അപ്പം കുൽ മിലാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഹോൾ മുഴുവനായിട്ട് പറയുന്ന സമയത്ത് ജാൻവി ഒരു മോഡേൺ ആയിട്ട് തോന്നിക്കുന്ന, കാഴ്ചയിൽ മോഡേൺ ആയിട്ടുള്ള പക്ഷെ മനസ്സുകൊണ്ട് ഒരുപാട് വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യുന്ന, ഒരുപാട് മൂല്യങ്ങളുള്ള, സെൻസിറ്റീവ് ആയിട്ടുള്ള, നീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മയുള്ള ഒരു ഇൻസാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് യുവതിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ജാൻവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മൂല്യങ്ങളുള്ള, അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള നന്മയുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്കറിയാം ക്യാരക്ടർ സ്കെച്ച് കുറച്ച് വലുതായിരുന്നു എന്ന്. അതെന്താണ് അങ്ങനെ കുറച്ച് ലോങ് ആയിട്ടുള്ളത് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ജാൻവിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഒരുവിധം ആൻസർ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം ജസ്റ്റ് നിങ്ങൾ കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് സ്വന്തം വേർഡ്സിൽ എഴുതാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇത് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബുസുർഗ് കോ ജാൻവി साया देती है, इस घटना का जिक्र वह अपनी आत्मकथा में करती है, वह ആത്മകഥാംശ ലിഖെ എന്നുള്ളതാണ്. അപ്പം ജാൻവി ഈ ബുസുർഗിന് ഒരു ആശ്രയം കൊടുത്തു, അതിനുശേഷം ഉള്ള ജാൻവിയുടെ ആത്മകഥാംശം എഴുതാനാണ് പറയുന്നത്. അപ്പം അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? പ്രസംഗാനുകൂൽ ചിത്रण है, ആത്മനിഷ്ഠ ഭാഷ, അനുഭവം की അഭിവ്യക്തി है, സംവേദനാത്മകത है. അതായത് സെൻസിറ്റീവായ രീതിയിൽ സാഹചര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനൊരു ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആത്മകഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആത്മകഥയുടെ ഒരു പ്രത്യേക ഭാഷയുണ്ട്, അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുക. വേറൊരാൾ അവരെ കുറിച്ച് എഴുതിയതുപോലെ അല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ട്രെയിനിൽ പോയ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. അപ്പം ഇവിടെ ഞാൻ സത്യത്തിൽ നിങ്ങൾക്ക് 2 ആത്മകഥാംശ തരുന്നുണ്ട്. ഇവിടെ ജാൻവിയുടെ ആത്മകഥാംശമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ബുസുർഗിന്റെയും ചോദിച്ചു എന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ബുസുർഗിന്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോ ആദ്യം നമുക്ക് ജാൻവിയുടെ നോക്കാം, അതിനുശേഷം ബുസുർഗിന്റെ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. आत्मकथांश जानवी की दृष्टि से, मैं बचपन से ही अनाथ आश्रम में पली बड़ी हूँ, इसलिए अकेलेपन का दर्द मुझसे बेहतर शायद ही कोई समझ सके. അതായത് ഞാൻ പണ്ട് മുതലേ അനാഥാശ്രമത്തിലാണ് വളർന്നിട്ടുള്ളത്, അതുകൊണ്ട് ഒറ്റപ്പെടലിന്റെ വേദന എന്നേക്കാൾ നന്നായിട്ട് മറ്റാർക്കെങ്കിലും അറിയോ എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അറിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മാ ബാപ് का साया कभी नसीब नहीं हुआ पर मैंने हार नहीं मानी. അതായത് അമ്മയുടെയും അച്ഛന്റെയും ഒരു കാവൽ എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല, അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നസീബ് നഹി ഹുവ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. പക്ഷെ ഒരിക്കലും ഞാൻ തോൽവി സമ്മതിച്ചിട്ടില്ല. മാനെ ഹാർ നഹി മാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തോൽവി സമ്മതിച്ചിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. बड़ी मेहनत और लगन से पढ़ाई की, खुद को इतना काबिल बनाया कि आज अपने पैरों पर खड़ी हूँ और ईश्वर की दया से इतना कमा लेती हूँ कि किसी और का सहारा बन सकूं. ഞാൻ എന്താണ് ചെയ്തത്? ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു, എന്നിട്ട് എന്നെ തന്നെ ഞാൻ കേപ്പബിൾ ആക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റാരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ
എനിക്ക് യോഗ്യത ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ എന്നെ മാറ്റി. അത് മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടിയും ഉള്ളൊരു രീതിയിലേക്ക് ആക്കി എന്നാണ് പറയുന്നത്. ഉസ് ദിൻ मैं ट्रेन से घर लौट रही थी, कानों में ब्लूटूथ लगाए अपने मोबाइल में व्यस्त थी, जैसा कि आजकल हम सब करते हैं. അന്ന് ഞാൻ ട്രെയിനിൽ വീട്ടിലോട്ട് തിരിച്ചു വരികയായിരുന്നു. എന്താണ് സാധാരണ വരുന്നത് പോലെ ഇപ്പൊ ഒക്കെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് മൊബൈലിൽ നോക്കിയിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. सामने की सीट पर एक लेखिका बैठी थी और बगल में एक बुजुर्ग सज्जन खिड़की के पास चुपचाप बैठे थे. എന്താണ് എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ലേഖിക ഇരിക്കുന്നുണ്ടായിരുന്നു. ബഗൽ മീ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ തൊട്ടടുത്തായിട്ട് എന്താണ് ഒരു ബുസുർഗ് സജ്ജൻ, അതായത് ഒരു പ്രായം ചെന്നിട്ടുള്ള ഒരു വ്യക്തി വിൻഡോന്റെ അവിടെ ചുപ്ചാപ്പ് ബാഠേ थे എന്ന് വെച്ച് കഴിഞ്ഞാല് പതുക്കെ അങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. മുझे उनकी बातों में कोई खास दिलचस्पी नहीं थी. ദിൽചസ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്നുള്ള അർത്ഥമാണ്. രുചി എന്ന് എഴുതാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ദിൽചസ്പി എന്ന് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രുചി എന്ന് എഴുതിയാലും എന്താണ് സെയിം അർത്ഥം തന്നെയാണ്. അപ്പം എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. पर जब उन्होंने कहा कि वे गंगा माई के पास जा रहे हैं तो मेरे कान खड़े हो गए. അതായത് അദ്ദേഹം ഞാൻ അമ്മയായിട്ടുള്ള ഗംഗയുടെ അടുത്തോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മേരെ കാൻ ഖടേ ഹോ ഗए എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത്, അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്നുള്ള അർത്ഥമാണ്. कौतूहलवश मैंने उनसे बात करनी शुरू की और धीरे धीरे उनकी पूरी कहानी सामने आई. അങ്ങനെ കൗതുകം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ ധീരെ ധീരെ എന്ന് വെച്ചാൽ എന്താണ് പതിയെ പതിയെ പതുക്കെ പതുക്കെ എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ സ്റ്റോറിയും മുന്നോട്ട് വന്നു, അതായത് പുറത്തു വന്നു, അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. उस बुजुर्ग ने अपनी पूरी जिंदगी अपने बच्चों की परवरिश और पढ़ाई लिखाई में बिता दी थी. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും തന്റെ മക്കളെ നോക്കി വളർത്താനായിട്ട് സ്പെൻഡ് ചെയ്തു. ബിത്താ ദേന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. एक एक करके अपनी सारी जमीन बेच दी, कभी पत्नी के इलाज के लिए, कभी बेटे को विदेश भेजने के लिए और आखिर में बेटी की शादी के दहेज के लिए. അങ്ങനെ തനിക്കുണ്ടായിരുന്ന എല്ലാം എന്താണ് ഓരോന്നോരോന്നായിട്ട് വിറ്റ് തീർത്തു. ആദ്യം ഭാര്യയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, പിന്നെ മകനെ വിദേശത്തോട്ട് പറഞ്ഞു വിടാനായിട്ട്, പിന്നെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ദഹേജിന് വേണ്ടിയിട്ട്, സ്ത്രീധനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. पर जिन बच्चों के लिए उन्होंने सब कुछ लुटा दिया वे ही आज उन्हें बोलकर विदेश में बस गए और मुड़कर भी नहीं देखा. പക്ഷെ ഏത് മക്കൾക്ക് വേണ്ടിയാണോ ഇതെല്ലാം എന്താണ് സ്പെൻഡ് ചെയ്തത്, ഇതെല്ലാം നഷ്ടപ്പെടുത്തിയത്, ആ മക്കൾ ഇന്ന് ഇദ്ദേഹത്തെ കുറിച്ച് മറന്നിട്ട് വിദേശത്ത് ബസ് ഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെറ്റിൽ ചെയ്തു, അവിടെ പെർമനന്റ് ആയിട്ട് താമസിക്കുന്നത് ഞാൻ പറയുന്നത്. മുഡ്കർ ബി നെഹി ദേഖ എന്ന് വെച്ചാൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നാണ് പറയുന്നത്. യഹ് സുൻകർ മേരാ മൻ ബഹുത് വിചലിത് ഹോ ഗയ. ഇത് കേട്ടപ്പോൾ എന്റെ മനസ്സ് വിചലിത് ഹോ ഗയ എന്ന് വെച്ചാൽ ഡിസ്റ്റർബ്ഡ് ആയി എന്നാണ് പറയുന്നത്. മുझे गुस्सा भी आया कि कैसे कोई अपने ही पिता को इस हाल में छोड़ सकता है और साथ ही उस बूढ़े की बेबसी देखकर दिल भर आया. അതായത് എനിക്ക് ദേഷ്യം വന്നു. എങ്ങനെയാണ് ഇത്രയും പ്രായം ചെന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വിട്ടിട്ട് പോവാനായിട്ട് ആളുകൾക്ക് പറ്റുക എന്ന് ഓർത്തിട്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. അതോടൊപ്പം തന്നെ ബൂഡേക്ക് ബേബസി ദേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് നിസ്സഹായമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ മേരാ ദിൽ ഭറായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉസ് ദിൻ മുझे വിശ്വാസ് ഹോ ഗയാ कि आजकल दुनिया में अपना खून भी सगा नहीं रहा. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. ഇന്ന് ആജ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് എന്താണ് ദുനിയാമേ ലോകത്തില് അപ്ന ഖൂൻ ബി സ്വന്തം ചോരയിലുള്ളവർ പോലും സഗ നഹി രഹ സ്വന്തമല്ല എന്ന് മനസ്സിലായത് എന്നാണ് പറയുന്നത്. जब ट्रेन बनारस स्टेशन पहुंची और मैंने देखा कि वे बुजुर्ग अकेले बेसहारा गंगा किनारे अपनी बाकी जिंदगी बिताने जा रहे हैं तो मुझसे रहा नहीं गया. പക്ഷേ ട്രെയിൻ ബനാറസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഈ അദ്ദേഹം ഉണ്ടല്ലോ, അതായത് ഈ പ്രായം ചെന്ന വ്യക്തി ഗംഗയുടെ തീരത്ത് പോയിട്ട് തന്റെ ബാക്കിയുള്ള ജീവിതം സ്പെൻഡ് ചെയ്യാൻ പോവാണ് എന്ന് കേട്ടപ്പോഴേ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. മാനെ ഉൻസെ കഹാ കി വേ മേരെ സാത്ത് മേരെ ഘർ ചലെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നോടൊപ്പം എന്റെ വീട്ടിലോട്ട് വരാനായിട്ട്. വേ हैरान होकर मुझे देखने लगे, शायद उन्हें यकीन नहीं हो रहा था कि एक अनजान लड़की उनका बोझ क्यों उठाएगी. അദ്ദേഹം हैरान होकर എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഷോക്ക്ഡ് ആയിട്ട് എന്നെ നോക്കാനായിട്ട് തുടങ്ങി. എന്നെ അറിയാത്തൊരു പെൺകുട്ടി എന്തിനാണ് എന്റെ ഭാരം ഏറ്റെടുക്കുന്നത് എന്നുള്ള രീതിയിൽ. ബോജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരം എന്നാണ് അതിന്റെ അർത്ഥം. मैंने उन्हें बताया कि मैं खुद बचपन से अनाथ आश्रम में पली हूँ, अकेलेपन का दर्द अच्छी तरह जानती हूँ. ഞാൻ പറഞ്ഞു
ഞാൻ പണ്ട് മുതലേ അനാഥാശ്രമത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. और अब इतना कमा लेती हूँ कि अपने बाप जैसे किसी की देखभाल कर सकूं. പിന്നെ ഞാൻ ഇപ്പോഴ് അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട്. എന്റെ അച്ഛനെ പോലെയുള്ള ഒരു വ്യക്തിനെ നോക്കാനൊക്കെ ഉള്ള അത്രയും ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. उनकी आंखों से आंसू छलक पड़े और उन्होंने കാപ്തെ ഹാത്തോ സെ മുझे ആശീർവാദ് ദിയ. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ആസു ഛലക് പടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. എന്നിട്ട് കാപ്തെ ഹാത്തോ സെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറയ്ക്കുന്ന കൈകളോട് കൂടിയിട്ട് മുझे ആശീർവാദ് ദിയ, എന്നെ അനുഗ്രഹിച്ചു. മാനെ ഉൻസെ കഹ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യേ ഹാത്ത് മേരെ സർ പർ രഖോ ബാബ, ഈ കൈ എന്റെ തലയുടെ അവിടെ വെക്കൂ അച്ഛ. മുझे ആശീർവാദ് കി ജറൂരത് ഹെ, എന്താണ്, എനിക്ക് ആശീർവാദാണ് വേണ്ടത്, എനിക്ക് അനുഗ്രഹമാണ് വേണ്ടത്. ഉസ് പൽ മുझे एहसास हुआ कि जिस पिता के प्यार के लिए मैं जीवन भर तरसती रही, അപ്പോഴാണ് ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു നിമിഷത്തിലാണ് മുझे एहसास हुआ, എനിക്ക് മനസ്സിലായത്, എന്താണ്, എനിക്ക് അനുഭവപ്പെട്ടത്. എഹ്സാസ് എന്ന് വെച്ചാൽ അനുഭവപ്പെടുക എന്നുള്ളതാണ്. എനിക്ക് അനുഭവപ്പെട്ടത് ജിസ് പിതാ കെ പ്യാർ കെ ലിയെ मैं ജീവൻ ഭർ തരസ്തി രഹി, ഏത് അച്ഛന്റെ സ്നേഹത്തിന് വേണ്ടിയാണോ ഞാൻ ജീവിതകാലം മുഴുവൻ തരസ്നാന്ന് വെച്ചാൽ അത്രയും ആഗ്രഹിച്ച് ഇങ്ങനെ നിന്നത്, വ മുझे അഞ്ചാനെ മെഹി മിൽ ഗയ, അതെനിക്ക് അഞ്ചാനെ മേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാതെ തന്നെ എന്നിൽ വന്നു ചേർന്നു, എനിക്കത് കിട്ടി എന്നാണ് പറയുന്നത്. സച്ച അപ്നാപ്പൻ ഖൂൻ കി റിശ്തോं से नहीं बल्कि दिल की करुणा और इंसानियत से जन्म लेता है. അതായത് സച്ച അപ്നാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള സ്വന്തം ബന്ധം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഖൂൻ കി റിശ്തോं से नहीं, അതായത് രക്തബന്ധങ്ങളിൽ നിന്നല്ല, ബൽക്കി മറിച്ച് ദിൽ കി കരുണ ഓർ ഇൻസാനിയത് സെ ജന്മ ലേता है എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഹൃദയത്തിലുള്ള കരുണയിൽ നിന്നും, ഇൻസാനിയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത്വത്തിൽ നിന്നൊക്കെയാണ് ജന്മമെടുക്കുന്നത്. രക്തബന്ധങ്ങളെക്കാൾ വലുതാണ് അങ്ങനെ ഉണ്ടാവുന്ന ബന്ധങ്ങൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബുസുർഗിന്റെ ആത്മകഥാംശ നോക്കാം. അപ്പം അതും കുറച്ച് ലോങ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ സംഭവങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ജാൻവിയുടെ ചരിത്രപ്പരമുള്ള ടിപ്പണി, അതുപോലെ തന്നെ ഈ ആത്മകഥാംശ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ലെറ്റർ ആയിട്ടോ ഡയറി ആയിട്ടോ അങ്ങനത്തെ കൂടുതൽ മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാൻ എളുപ്പമാണ്. അപ്പൊ കുറച്ച് ലോങ് ആയിട്ട് പഠിച്ചു വെച്ചു എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഓർമ്മ വന്നില്ലെങ്കിലും ആ മാർക്സിനുള്ള മാറ്റർ അതിലുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബുസുർഗിന്റെ ആത്മകഥാംശ നോക്കാം. मैं एक സാധാരണ മസ്ദൂർ ആദ്മി ഹൂം, ഞാനൊരു സാധാരണ തൊഴിലാളി ആയിട്ടുള്ള വ്യക്തിയാണ്. കബി മേരെ പാസ് 4 ഏക്കർ ജമീൻ थी, എനിക്ക് ഒരിക്കൽ എന്റെ പക്കല് 4 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, ഭൂമി ഉണ്ടായിരുന്നു. पर वह भी धीरे धीरे मेरे हाथों से निकलती चली गई, പക്ഷെ അതും പതിയെ പതിയെ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. पहले मेरी पत्नी कांता बीमार पड़ी और उसके इलाज के लिए 1 एकड़ जमीन ബേച്ച്നി പടി. അങ്ങനെ എന്റെ വൈഫായിട്ടുള്ള കാന്തയ്ക്ക് അസുഖം വന്ന സമയത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ 1 ഏക്കർ വിറ്റു. അത് വിൽക്കേണ്ടതായിട്ട് എനിക്ക് വന്നു. ഫിർ ബി വ മുझे छोड़कर चली गई, എന്നിട്ടും എന്താണ്, എന്റെ ഭാര്യനെ എനിക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല, ഭാര്യ മരിച്ചുപോയി, എന്നെ വിട്ടുപോയി എന്നാണ് പറയുന്നത്. ഉസ് വക്ത് മേരെ പാസ് അപ്നി ഖുദ് കെ ബാരെ മേ സോച്നെ കി ഫുർസത് ഹി കഹാ ഥി, ആ സമയത്ത് എനിക്ക് എന്നെ കുറിച്ച് ആലോചിക്കാനുള്ള ഫുർസത്ത് എന്ന് വെച്ചാൽ ഒഴിവ് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ സമയം എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ ഒഴിവൊന്നും ഉണ്ടായിരുന്നില്ല. ഘർ പർ ഛോട്ടെ ഛോട്ടെ ബच्चे കജ്രി ഓർ കേശവ്, നിങ്ങളുടെ ടെക്സ്റ്റിലെ കേശവ് എന്നാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബൂക്കെ ഇന്തിസാർ കർ രഹേ ഥേ, ഇന്തിസാർ കർണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. അപ്പൊ വീട്ടില് കുഞ്ഞു മക്കളാണ്, ചെറിയ കുട്ടികളായിരുന്നു കജ്രിയും കേശവും, അവരെന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു എന്ന് പറയാണ്. मैं दौड़ते हुए घर पहुंचा, बिटिया को गोदी में लिए दूध गर्म करके बोतल में डाला, തബ് ജാക്കർ ഖുദ് കോ തോടി ഫുർസത്ത് മിലി. അങ്ങനെ എന്താണ്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന മകൾക്ക് എന്താണ് ഈ പാലൊക്കെ തിളപ്പിച്ച് കൊടുത്തിട്ട് കുട്ടീനെ ഫീഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റിയത്. ബസ് ഇസി തര ബച്ചോ കി പർവരിഷ് മേ അപ്നി പൂരി ജിന്ദഗി നിക്കാൽ ദി ഓർ കബ് ഉമ്ര ബീത് ഗയി പത്താ ഹി നഹി ചല. അങ്ങനെ ഇതുപോലെ തന്നെ മക്കളെ വളർത്തുന്നതിൽ തന്റെ ജീവിതം മുഴുവൻ സ്പെൻഡ് ചെയ്തു. അതില് ഇത്രയും കാലം, ഇത്രയും വയസ്സ് എനിക്കായി, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ബഡാ ബേട്ട കേശവ് പഠനെ കെ ലിയെ വിദേശ് ഗയാ തോ മാനെ 1.5 ഏക്കർ ജമീൻ ഓർ ബേച്ച് ദി. അതായത് ഈ മകൻ വിദേശത്ത് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ വിറ്റു. ആദ്യം 4 ഏക്കർ ഉണ്ടായിരുന്നു, 1 ഏക്കർ ഭാര്യയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വിറ്റു, പിന്നെ ഒരു 1.5 ഏക്കർ എന്താ ചെയ്തത്, മകന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിറ്റു. ഞാനുണ്ടല്ലോ ഈ ചാപ്റ്റർ പറയുന്ന സമയത്ത്, അതായത് ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് 1.5 സെന്റ് എന്ന് തെറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രീനിൽ അത്
1.5 സെന്റ് അല്ല ഏക്കറിന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ആൾക്കാർ ശ്രദ്ധിച്ചു എന്നറിയില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അറിയാതെ വന്നൊരു മിസ്റ്റേക്ക് ആണ്. 1.5 സെന്റാന്ന് വിചാരിക്കരുത്, 1.5 ഏക്കറാണ് കേട്ടോ. അപ്പൊ മകന്റെ എന്താണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 1.5 ഏക്കർ വിറ്റു. पर वह वही बस गया और लौटकर कभी नहीं आया. പക്ഷെ വിദേശത്തേക്ക് പോയ മകൻ പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല, അവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. कुछ समय बाद बिटिया भी एक लड़के से प्रेम विवाह करने की जिद करने लगी. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴും മകളും ഒരു ചെറുക്കന് ഇഷ്ടമാണ്, വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് സിദ് करने लगी എന്ന് വെച്ചാൽ വാശി പിടിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. उस लड़की की शर्त थी कि दहेज में मोटी रकम चाहिए. ആ ഒരു ചെറുക്കന്റെ കണ്ടീഷൻ, ഷർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീധനായിട്ട് ഒരു വലിയ മോട്ടി റക്കം എന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ട് വേണം എന്നുള്ളതായിരുന്നു. ക്യൂക്കി ഉസെ വിദേശ് ജാനാ ഥ, കാരണം അവന് എന്താണ് വിദേശത്തോട്ട് പോകണമായിരുന്നു. മാനെ മനാ കർണ ചാഹ പർ ബേട്ടി നെഹി മാനി और मेरे ही हिस्से की बची कुची जमीन को कानूनी हक बताकर बिकवा दिया. അങ്ങനെ എന്താണ് ഉണ്ടായത്, ഞാന് വേണ്ടാന്നൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ മകള് സമ്മതിച്ചില്ല. എന്നിട്ട് എന്റെ പക്കലുണ്ടായിരുന്ന ബച്ചി കുച്ചി ജമീൻ എന്ന് വെച്ചാൽ ബാക്കി ഉണ്ടായിരുന്ന എന്താണ് ഭൂമി കാനൂനി ഹക്ക് ബത്താക്കർ എന്ന് വെച്ചാൽ അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അത് എന്നെ കൊണ്ട് ബിക്വാ ദിയ എന്ന് വെച്ചാൽ വിൽപ്പിച്ചു എന്നാണ് പറയുന്നത്. വ പൈസെ ഉസ്കെ ഹാത്ത് മേ ധർക്കർ മാനെ ഉസേ ബി വിദാ കർ ദിയ. ആ പൈസ അവളെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ബായ് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഓർ അബ് തക് വ ബി ഉഡ് ചുക്കി ഹോഗി ആസ്മാൻ മേ. എന്താണ് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും മകളും എന്താണ് വിദേശത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആജ് മൈ ബിൽക്കുൽ അക്കേല ഹൂ, നാ കോയി ജമീൻ ബച്ചി നാ കോയി സഹാര. ഇപ്പൊ ഞാൻ മൊത്തത്തില് ഒറ്റയ്ക്കാണ്, എന്റെ പക്കൽ ഇപ്പൊ ഭൂമി ഇല്ല, അതുപോലെ തന്നെ ആരും ആശ്രയിക്കാനായിട്ടില്ല. ബനാറസ് ജാരഹാ ഹൂ ഗംഗാ മായിക്ക് കിനാരെ രഹനെ കെ ലിയെ. എന്താണ് ഞാൻ ബനാറസിലോട്ട് പോവാണ് ഈ ഗംഗാമായി, അതായത് ഗംഗാ നദിയുടെ തീരത്ത് ജീവിക്കാനായിട്ട്. യഹി സോച്ച്കർ നിക്ലാ ഥാ കി അബ് വഹി മുझे ശരൺ ദേഗി. അപ്പോ ഈ ഗംഗാ നദിയുടെ അടുത്ത് മാത്രമാണ് എനിക്കിനി ഒരു ആശ്രയം ഉള്ളൂ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത് എന്നാണ് പറയുന്നത്. ട്രെയിൻ മേ ഏക് അൻജാൻ യുവതി ജാൻവി സെ മുലാഖാത്ത് ഹുയി ജിസ്നെ ബഡെ അപ്നേപ്പൻ സെ മേരി സാരി ബാത്തേ സുനി. അങ്ങനെ ട്രെയിനിൽ എന്താണ് ജാൻവി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് ഇടയായി. ജാൻവി എന്താണ് വളരെയധികം അടുപ്പത്തോടു കൂടി, അപ്നേപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം അടുപ്പത്തോടു കൂടി ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് കേട്ടു എന്നാണ് പറയുന്നത്. പഹലെ തോ മുझे लगा कि वह भी आजकल के बच्चों जैसी अपनी ही दुनिया में मग्न है. ആദ്യം എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ആ പെൺകുട്ടിയും ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനത്തെ കുട്ടികളെ പോലെ സ്വന്തം കാര്യം മാത്രം ഇങ്ങനെ ആലോചിച്ചിട്ട് സ്വന്തം ലോകത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ കരുതിയത്. പർ ജബ് ഉസ്നെ മേരാ ദർദ് സംജാ തോ മൻ കോ ബഡി തസല്ലി മിലി. പക്ഷെ എന്റെ വേദന എന്താണെന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കിയപ്പോൾ മൻ കോ ബഡി തസല്ലി മിലി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മനസ്സിനൊരു സാന്ത്വനം ലഭിച്ചു എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. അതായത് ഒരു ആശ്വാസം കിട്ടി. സ്റ്റേഷൻ पर उतरते ही उसने मुझसे अपने साथ चलने को कहा और मैंने हैरानी से पूछा कि मेरे जैसे बूढ़े का बोझ वह क्यों उठाएगी. അങ്ങനെ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോൾ ജാൻവി പറഞ്ഞു അച്ഛൻ എൻ്റെ കൂടെ വരണം എന്നുള്ളത്. അപ്പൊ ഞാൻ എന്താണ് ഞെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് ചോദിച്ചു, എന്താണ് എന്നെ പോലെയുള്ള പ്രായം ചെന്ന ഒരു വ്യക്തിയുടെ ഭാരം മകൾ എന്തിനാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. തബ് ഉസ്നെ ജോ കഹാ വ സുൻകർ മേരി ആഖേ ഭർ ആയി. ആ സമയത്ത് ജാൻവി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു വന്നു. ഉസ്നെ കഹാ കി ഇസ് ബേട്ടി കോ ഭി എക് പിതാ കി ജറൂരത് ഹൈ. ജാൻവി പറഞ്ഞു ഈ മകൾക്കും ഒരു അച്ഛന്റെ ആവശ്യമുണ്ട്. മാനെ കാപ്തെ ഹാത്തോं से उसे आशीर्वाद दिया और सोचने लगा कि जिस अपनेपन की तलाश में मैं गंगा माई की शरण जा रहा था वह मुझे एक अजनबी बेटी में मिल गई. അങ്ങനെ ഞാൻ എൻ്റെ വിറയ്ക്കുന്ന കൈകളോട് കൂടിയിട്ട് ജാൻവിക്ക് എന്താണ് അനുഗ്രഹം കൊടുത്തു. എന്നിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ഗംഗാ നദിയുടെ അടുത്ത് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു അടുപ്പം, ആ ഒരു സ്വന്തം എന്നുള്ള തോന്നല് ഇന്ന് എനിക്ക് അറിയ കൂടി ചെയ്യാത്ത ഈ മകളിൽ നിന്ന് കിട്ടിയല്ലോ എന്ന്. അജ്നബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേഞ്ചർ എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ അപരിചിതൻ അല്ലെങ്കിൽ അപരിചിത എന്നുള്ള അർത്ഥമാണ്. സച്ച് മേ അസ്ലി അപ്നാപ്പൻ ഖൂൻ കി റിഷ്തോ മേ നഹി ബൽക്കി ദിൽ കി കരുണ മേ ബസ്താ ഹെ. അതായത് യഥാർത്ഥത്തിൽ എന്താണ് ശരിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ രക്തബന്ധത്തിനേക്കാളും കൂടുതൽ മനസ്സിൽ നിന്നുണ്ടാവുന്ന കരുണയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യത്വത്തിൽ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ബുസുർഗിന്റെ ആത്മകഥാംശം നമ്മൾ അവസാനിപ്പിക്കുന്നത് കേട്ടോ. ഏറെക്കുറെ രണ്ടിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ആ പേഴ്സ്പെക്റ്റീവ് മാത്രം വ്യത്യാസം വരും. ഒന്ന് ജാൻവി പറയുന്നത് പോലെയും ഒന്ന് ബുസുർഗ് പറയുന്നത് പോലെയാണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം എന്ന് പറയുന്നത്.
പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോറിയിലെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ എടുത്തിട്ട് അത് അവതരിപ്പിക്കാനാണ് പറയുന്നത് ക്ലാസ്സിൽ. അപ്പം അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസിനെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.